വയനാട് പഞ്ചാരക്കൊല്ലിയിൽ ചത്ത കടുവയെ നമുക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല. പഞ്ചാരക്കൊല്ലി ഒരു കടുവ ചത്തുപോയ കാര്യം പ്രേക്ഷകർക്ക് അറിയാം. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ ഡേറ്റാബേസിൽ ഈ കടുവയെക്കുറിച്ച് ഒരു വിവരവും കാണുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളുടേത് ഉൾപ്പെടെ ഡാറ്റാബേസ് വിശദമായി പരിശോധിക്കാൻ നീക്കമുണ്ട്. എ വി ജയശങ്കർ ചേരുന്നു വിവരങ്ങളുമായി. പറയൂ ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്.കെ.എൻ. പഞ്ചാരക്കൊല്ലിയിൽ ചത്ത കടുവയുടെ വിവരങ്ങൾ ഇതുവരെ വനംവകുപ്പിന് ലഭ്യമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ ഡാറ്റാബേസ് ഉൾപ്പെടെ വിശദമായി പരിശോധിച്ചു. പക്ഷേ ഈ ഡാറ്റാബേസിൽ ഈ കടുവയുടെ വിവരങ്ങളില്ല എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും കർണാടക സർക്കാരും അനൗദ്യോഗികമായി അവർ ഫോണിലൂടെ കേരളത്തെ അറിയിച്ചിരിക്കുന്നത് തങ്ങളുടെ ഡാറ്റാബേസിൽ ഈ കടുവ ഉൾപ്പെട്ടിട്ടില്ല എന്ന് അനൗദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ഇത് വാക്കാലാണ് നിലവിൽ കർണാടകവും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളുടെ ഉൾപ്പെടെ ഡാറ്റാബേസുകൾ വിശദമായി പരിശോധിക്കാനാണ് നിലവിൽ തീരുമാനം. ഇത് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. എന്തായാലും വിശദമായ പരിശോധനയിലോടുകൂടി ഈ കടുവ ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ശ്രമം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം ഈ കടുവയെ ഈ പഞ്ചാരക്കൊല്ലി ഭാഗത്ത് പൊടുന്നനെ ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തി. പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടും ഇത് ഈ കടുവയുടെ മരണവുമായി ബന്ധപ്പെട്ടും വിശദമായ റിപ്പോർട്ട് സംസ്ഥാന വനം വകുപ്പ് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിക്ക് നൽകിയിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ മരണത്തിൽ മറ്റു അസ്വാഭാവികത ഇല്ലെന്നും വനത്തിനുള്ളിൽ മറ്റൊരു കടുവയുമായി ആക്രമണം നടന്നു, ഈ ആക്രമണത്തിൽ പരിക്കേറ്റു, ഈ പരിക്ക് ഏറ്റ പാടുകളിൽ മറ്റൊരു കടുവയുടെ പല്ലിൻ്റെ സാന്നിധ്യം ഉൾപ്പെടെയുണ്ട്, അതുകൊണ്ട് തന്നെ മറ്റു സ്വാഭാവികതകളില്ല. ഈ അവയവ പരിശോധനാ ഫലം ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടെ വന്നതിന് ശേഷം വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് നൽകും. നിലവിൽ പ്രാഥമിക റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കടുവയെ കണ്ടെത്താനുള്ള ശ്രമം സംസ്ഥാന വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ്. എന്തായാലും വിശദമായി മറ്റ് സംസ്ഥാനങ്ങളുടെ ഉൾപ്പെടെ ഡാറ്റ പരിശോധിച്ച് ഇതിൻ്റെ കൃത്യമായി കടുവ ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് വനം വകുപ്പ്. അപ്പോഴും വനം വകുപ്പ് ഒരു കാര്യം പറയുന്നുണ്ട്, രാജ്യത്തുള്ള 15% കടുവകളുടെ വിവരങ്ങൾ ഈ ഡാറ്റാബേസിൽ ഉണ്ടാകാൻ സാധ്യതയില്ല, അതുകൊണ്ട് തന്നെ ഇതിൽ അസ്വാഭാവികത ഇല്ല എന്നാണ് വനം വകുപ്പ് പറയുന്നത്. എസ്.കെ.എൻ. താങ്ക് യു, എ വി ജയശങ്കർ.